നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതി അഫാന്റെ അറസ്റ്റ് പോലീസ് സംഘം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അഫാന്റെ അമ്മുമ്മയായ സൽമാ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യത്തെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ പാങ്ങോട് സ്റ്റേഷനിലും അതുപോലെ തന്നെ വെഞ്ഞാറമൂട് സ്റ്റേഷനിലുമായി തന്നെയാണ് കേസുകൾ നിൽക്കുന്നത്. അഫാനെ നിലവിൽ ഡിസ്ചാർജ് ചെയ്യുന്നില്ല എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ അഫാൻ കൊല നടത്തുന്നതിനിടയിൽ പുറത്തു വരികയും പരിഭ്രമിക്കുകയും അഫാൻ നടത്തിയ ചില നീക്കങ്ങളും കണ്ട ഒരു ദൃക്സാക്ഷി മലയാളി വാർത്തയോട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് പ്രതി ഈ കൃത്യം നടത്തുന്നതിനിടയിലായിരിക്കണം തൊട്ടടുത്തുള്ള സമീർ എന്ന ചെറുപ്പക്കാരൻ്റെ കടയിലെത്തുകയും അവിടെ നിന്നും സെവനപ്പ് വാങ്ങുകയും തിരികെ പോകാൻ തുടങ്ങുന്നതിനിടയിൽ തിരിച്ചു വന്ന് വീണ്ടും 10,000 രൂപയോളം കടം ചോദിക്കുകയും ചെയ്തിരുന്നു. അഫാൻ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു പ്രവൃത്തി ആ മേഖലയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതായത് കടയിലെത്തി സാധനം മേടിച്ച് കടം പറയുകയോ അല്ലെങ്കിൽ കടം ചോദിക്കുകയോ അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും തന്നെ നടത്താത്തതുകൊണ്ട് സംശയാസ്പദമായി തന്നെയാണ് കടക്കാരനും അഫാനെ നോക്കിക്കണ്ടതെന്ന് വേണം മനസ്സിലാക്കാൻ. വിയർത്ത് കുളിച്ചു നിൽക്കുന്ന അഫാന്റെ മുഖത്തെ പരിഭ്രാന്തി ആ കടക്കാരൻ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അഫാന്റെ നീക്കങ്ങളും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ വിവരങ്ങളാണ് ഇപ്പോൾ കടക്കാരൻ മലയാളി വാർത്തയോട് പങ്കുവച്ചിരിക്കുന്നത്. അഫാന്റെ പ്രവൃത്തിയും അതുപോലെ തന്നെ അഫാന്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില വിവരങ്ങളുമാണ് നിലവിൽ കടക്കാരൻ കൂടിയായിട്ടുള്ള സമീർ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക്. വരുന്ന ഞായറാഴ്ചയാണ് വരുന്നത്. ഒരു ഉച്ച സമയമാവും. വന്ന് ഇതുപോലെ കാക്ക കുറച്ച് പൈസ വേണം, വൈകുന്നേരം ഒരു റോളിന് പൈസ അടയ്ക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോഴില്ല, നീ കണ്ടില്ല, ഞാൻ സാധനം വാങ്ങിയിട്ട് വരുന്ന സമയമായിരുന്നു. സാധനങ്ങളെല്ലാം എടുത്ത് കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു സാധനം വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ, കുറച്ച് മുമ്പാണെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചൊരു വലിയ പരിഭ്രാന്തിയിലായിരുന്നു. വേർക്കുന്നുണ്ടായിരുന്നു, നെറ്റിയൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു വെപ്രാളം തന്നെയായിരുന്നു ആ സമയത്ത്. കുറച്ച് ഞാൻ പോവുകയും ചെയ്തായിരുന്നു. പിന്നെ വരുന്നത് തിങ്കളാഴ്ച ഒരു ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്ക് ഇടയ്ക്കാണ് വരുന്നത്. അന്ന് ഒരു സവനപ്പം മേടിച്ചുകൊണ്ട് പോയി. പൈസ എല്ലാം അവരുടെ കട പറ്റുള്ളതുകൊണ്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവൻ പോയത്. പിന്നെ അറിയുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം പോലീസ് വരുമ്പോഴാണ് ഈ സംഭവമൊക്കെ ഞങ്ങൾ അറിയുന്നത്. ഇതിനിടയ്ക്ക് എന്താണ് നടന്നതെന്നും ഒന്നും അറിയില്ല. ഉച്ചയ്ക്ക് 1 മണിക്കും 12 ഇടയ്ക്ക് വന്ന് ഒരു സവനപ്പ് മേടിച്ചായിരുന്നു. സവനപ്പ് മേടിച്ച് പോയായിരുന്നു. ഇതിനു മുമ്പ് പണം ഇല്ല, ഈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉമ്മ തന്നിട്ടുണ്ട്. അല്ല, ഇവൻ വന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ പയ്യൻ വരുന്നത് ആദ്യമായിട്ടാണ് അവൻ വരുന്നത്. അല്ലാതെ ഉമ്മ വന്ന് ചെറിയ കടങ്ങൾ വാങ്ങിയിട്ട് അവർ വൈകുന്നേരം ഇപ്പോൾ രാവിലെ വാങ്ങണമെങ്കിൽ വൈകുന്നേരം അങ്ങനെ തരാറുണ്ട് സാധനങ്ങൾ. അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഇവൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഒരു വലിയ എമൗണ്ട് ചോദിച്ചാണ് വന്നത്. ഇന്ന് കൊടുക്കാൻ പറ്റിയില്ല. എത്ര രൂപ ഏകദേശം ചോദിച്ചു? ഒരു 10,000 രൂപയ്ക്കാണ് ചോദിച്ചത്. ഒക്കെ വൈകുന്നേരം നമുക്ക് എടുക്കാം, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇതായി ലോക്കായി കിടക്കുകയാണ്, നമുക്ക് വൈകുന്നേരം മറിച്ച് തരാമെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. അതൊന്നും പറഞ്ഞില്ല. പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാണ്, റോള് അടയ്ക്കാൻ പൈസ ഇതിനാണ്, പലിശ എടുത്തതിൻ്റെ പൈസ അടവടയ്ക്കാനാണെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴും അതാണ് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കടം കാണണം, കണക്കിനാണെങ്കിൽ കടം കാണണം. എത്രയാണ് എമൗണ്ട് ഒന്നും അറിയില്ല. പിതാവിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അറിയാമോ? പിതാവ് ഗൾഫിലാണ്, 7 കൊല്ലത്തോളമായി നാട്ടിൽ വന്നിട്ട്. അവിടെ ഈ ഇക്കാമയൊന്നും പുതുക്കാതെ നിൽക്കുന്നതാണ് അറിയുന്നത്. അവിടെ ഒരു സ്പെയർ പാർട്സ് കട എന്താണ് നടത്തുന്നത് റിയാദിൽ. അദ്ദേഹത്തിന് നാട്ടിൽ എന്തെങ്കിലും കടവും കാര്യങ്ങളൊക്കെ ഇല്ല, വീട് വെച്ചാലും എന്താ ചെറിയ കടം ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. എത്രയാണെന്നൊന്നും അറിയത്തില്ല. അത്രയേ ഉള്ളൂ. പിന്നെ ഈ മരിച്ച പയ്യനെന്ന് പറഞ്ഞാൽ ഇവിടെ ഡെയിലി കുറഞ്ഞൊരു 3 തവണയെങ്കിലും വരുന്ന സാധനം വാങ്ങുന്നതാണ്. നല്ലൊരു പയ്യനായിരുന്നു, ശാന്തമായ ഒരു പയ്യനായിരുന്നു. എങ്ങനെയായിരുന്നു ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട്, ഈ ബ്രദർ? അല്ല, നല്ല സൗഹൃദമായിരുന്നു. കൂട്ടുകാർ പോലെയാണ് അവർ രണ്ടുപേരും. നല്ല സൗഹൃദമായിരുന്നു അവരൊന്നും. എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. അതിനിപ്പോൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് എന്തിനാണ് കൊന്നതെന്നുള്ളത്. അതും പ്ലാൻഡ് ആണെന്ന് പറയുമ്പോഴാണ് സംശയം. ഇത്രയും പ്ലാൻഡ് ആണെന്ന് അതിന് അന്വേഷണത്തിൽ വരട്ടെ എന്താണെന്ന്. അഫാന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞില്ല? ഇന്ന് അറിയുന്നതെന്ന് പറയുന്നത് അവന് മാനസിക അസ്വസ്ഥത കൊണ്ട് ബാക്കി മാനസികമായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതിനുള്ള ചികിത്സ വേണ്ടി വരുന്ന പറയുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കേട്ടിട്ടില്ല. ഇവിടെ തേമ്പാമൂട് സ്കൂളിലും ഉണ്ടായിരുന്നു. അതൊന്നും കൂടുതലൊന്നും അറിയില്ല. പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു അവൻ. ഈ ലഹരി ഉപയോഗിച്ച് അതൊക്കെ അറിയുന്നത്, അത് അന്വേഷിക്കട്ടെ, അറിയട്ടെ.
അതിന് പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കേട്ടോ കാര്യങ്ങൾ ഇല്ല. ഇവിടെ അങ്ങനെ പറയത്ത, ഞാൻ പറഞ്ഞില്ലേ, വരുന്നാലും ബൈക്കിൽ വന്ന് വീട്ടിൽ വരും. അല്ല ഇവിടെ അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന വലുതായിട്ട് കാണാനൊക്കെ ഇല്ല. ഇനി പുറത്ത് ആരായിട്ട് ഗ്യാങ്ങിലുണ്ടോയെന്നുള്ളത് അറിയില്ല. ഈ മയക്ക് മരുന്നിൻ്റെ അതൊക്കെ ഇനി കണ്ടുപിടിക്കണം.